അച്ഛൻ ലാസ്റ്റ് എന്നോട് പറഞ്ഞു, ഈശോയുടെ നാമം എപ്പോഴും വിളിച്ചപേക്ഷിക്കണം. അപ്പോൾ പിശാചിന് നമ്മുടെ അടുത്ത് നിൽക്കാൻ പോലും പറ്റില്ല. ഇത് ഏത് മതസ്ഥർക്കും ചൊല്ലാം, ക്രിസ്ത്യാനികൾക്ക് മാത്രം ചൊല്ലാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയല്ല, എല്ലാ മനുഷ്യർക്കും ചൊല്ലാം കേട്ടോ. നമുക്ക് എപ്പോഴും ഈ പ്രാർത്ഥന ലോങ് ഫോം ചൊല്ലാൻ പറ്റില്ലെങ്കിൽ ഈശോ ഈശോ എന്നങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈശാനത്തച്ഛനെ ഞാൻ കണ്ടുമുട്ടിയ ഒരു ഹിസ്റ്ററി നിങ്ങളോട് പറയുവാനായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. 1 തെസ്സലോനിക്ക 5:17. ഞാൻ പലപ്പോഴും ഈ വചനം കേൾക്കുമ്പോൾ ആലോചിക്കാറുണ്ട്, ഒരു മനുഷ്യന് ഇടവിടാതെയൊക്കെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ? പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം നമുക്ക് നമ്മുടേതായ ജോലി തിരക്കുകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതിനെല്ലാം ഇടയിൽ എങ്ങനെ ഇടവിടാതെ പ്രാർത്ഥിക്കും? ചിലപ്പോൾ സന്യസ്തർക്കും അതുപോലെ തന്നെ വൈദികർക്കും ഒക്കെ പോസിബിൾ ആയിരിക്കും. പക്ഷേ ഇന്നെനിക്ക് ഉറപ്പുണ്ട്, എല്ലാവർക്കും ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും. അതിന് എന്നെ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് യേശുനാമ പ്രാർത്ഥന അഥവാ ജീസസ് പ്രെയർ. ഇത് എനിക്ക് പഠിപ്പിച്ചു തന്നത് എൻ്റെ ആത്മീയ പിതാവാണ്. വാഗമൺ കുരിശുമല ആശ്രമത്തിലെ ഈശാനന്ദച്ചനാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു പ്രാർത്ഥനയുണ്ടെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നത്. ഞാൻ ഈ പ്രാർത്ഥനയെപ്പറ്റി അറിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ വളരെ വലിയ ശക്തിയേറിയ ഒരു പ്രാർത്ഥനയാണ്. എപ്പോഴും നമുക്ക് ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കുവാനായിട്ട് ഈ പ്രാർത്ഥന സഹായിക്കും. വളരെ എളുപ്പമാണ് ഈ പ്രാർത്ഥന ചൊല്ലാൻ. ഈ പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവായ ഈശോയെ, ദൈവപുത്ര, പാപിയായ എന്നിൽ കനിയണമേ. ഇതാണ് ഈ പ്രാർത്ഥനയുടെ ലോങ് ഫോം. നമുക്ക് ഇത് ബൈബിളിലെ ലൂക്ക 18:13 ലൂക്കയുടെ തന്നെ 18:38 ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയും അതുപോലെ തന്നെ കുരുടൻ്റെ പ്രാർത്ഥനയും, ദൈവമേ പാപി എന്നിൽ കഴിയണമേ, ദാവീദിൻ്റെ പുത്ര പാപി എന്നിൽ കഴിയണമേ എന്നുള്ള യാചന പ്രാർത്ഥനാ രൂപത്തിലേക്ക് ആക്കി മാറ്റിയതാണ്. അപ്പം ബൈബിളിൻ്റെ ഒരു അടിസ്ഥാനം ഈ പ്രാർത്ഥനയ്ക്കുണ്ട്. അതിനേക്കാളുപരി നമുക്ക് ഈ പ്രാർത്ഥന എപ്പോഴും ലോങ് ഫോമിൽ, അതായത് പൂർണ്ണമായി പ്രാർത്ഥന നമുക്ക് ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ആത്മീയപിതാവായ ഈശാനന്ദച്ചൻ പറഞ്ഞാണ്, ഈശോ എന്ന നാമം നമ്മൾ ആവർത്തിച്ച് ഉരുവിട്ടാൽ മതി. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഈ ലോങ് പ്രാർത്ഥന ചൊല്ലാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈശോ അങ്ങനെ ഞാൻ ഈശോ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് യേശു എന്നും, പലരും യേശു എന്ന് പറയുന്നവരുണ്ടാവാം. ഞാൻ ഈശോ എന്നാണ് പറയുന്നത്. അപ്പം ഈശോ എന്നങ്ങനെ ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈശാനന്ദച്ചൻ എന്നോട് പറഞ്ഞ ഇങ്ങനെയാണ്, അച്ഛൻ നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലണം: കർത്താവായ ഈശോയെ, ദൈവപുത്ര, പാപി എന്നിൽ കനിയണമേ. അത് എഴുന്നേറ്റ് വന്നിട്ട് ആദ്യം ചൊല്ലാനാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. ഞാൻ അതേപോലെ ഇപ്പോൾ ചൊല്ലാൻ പരിശ്രമിക്കാറുണ്ട്. അത് ജപമാല മണിയിൽ നമ്മൾ ഇങ്ങനെ ചൊല്ലണം. അതെത്രയെന്ന് വെച്ചാൽ എത്ര നമുക്ക് സാധിക്കുന്ന അത്ര ടൈമിൽ ചൊല്ലുന്നത് അത്രയും ബെറ്ററായിരിക്കും. പ്രത്യേകം എണ്ണമില്ല, എന്നാലും ഞാൻ കൊന്തയിലെ ജപമാല മണി ഉപയോഗിച്ചാണ് ചൊല്ലുന്നത്. അപ്പോൾ 50 പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ ചൊല്ലും. ഒരു 5 മിനിറ്റ് താഴെ അതിനെ എടുക്കുകയുള്ളൂ. 5 മിനിറ്റ് വേണ്ട, വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റും. കാരണം ചെറിയൊരു പ്രാർത്ഥനയാണ്. അങ്ങനെ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ യേശുനാമ പ്രാർത്ഥന, ജീസസ് പ്രെയറുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഈശാനന്ദച്ചൻ എന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ജപമാല മണിയിൽ കർത്താവായ ഈശോയെ, ദൈവപുത്ര, പാപി എന്നിൽ കഴിയണമേ എന്ന് റിപ്പീറ്റ് ചെയ്യും. ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുകയാണ്. നമുക്ക് എപ്പോഴും ഈ പ്രാർത്ഥന ലോങ് ഫോം ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ ഈശോ എന്നങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ഈ പ്രാർത്ഥനയിലേക്ക് ഞാൻ എത്തിയ, അഥവാ ഈശാനന്ദച്ചനെ ഞാൻ കണ്ടുമുട്ടിയ ഒരു ഹിസ്റ്ററി നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് വാഗമൺ. അവിടെ ഞാൻ 2ാം ശനിയാഴ്ച ഫാദർ തോമസ് വാഴച്ചാരിക്കൽ അച്ഛൻ്റെ ഒരു ശുശ്രൂഷയുണ്ട് മൗണ്ട് നെബോ ആശ്രമത്തിൽ. അപ്പോൾ ആശ്രമത്തിൽ ഇങ്ങനെ പോയി ശുശ്രൂഷ വളരെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ എനിക്ക് ലഭിക്കുന്ന, ഞാൻ കളക്ട് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണത്. ഞാൻ സാധിക്കുമ്പോഴെല്ലാം മുടങ്ങാതെ ആ 2ാം ശനിയാഴ്ച അവിടെ പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ഒരു ആശ്രമം, ഈശാനന്ദച്ചനും അങ്ങനെ കുറേ സന്യാസിമാരൊക്കെ താമസിക്കുന്ന ഒരു ആശ്രമം പണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഉണ്ടെന്നും എനിക്കറിയായിരുന്നു. അങ്ങനെ അത്രേ ഉള്ളൂ. അതെന്താണ് അവരെന്താണ്, എങ്ങനെയുള്ള സന്യാസിമാരാണ്, അങ്ങനെയൊന്നും നമുക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ ഞാൻ ഈ മൗണ്ട് നെബോയിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു ദിവസം അവിടുത്തെ ഏതെങ്കിലും ഒരു സന്യാസിയുമായിട്ട് സംസാരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. കാരണം ഈ തോമസ് വാഴച്ചാരിക്കൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഡെലിവറൻസിന് യൂസ് ചെയ്യുന്ന ക്രോസ്, അത് അച്ഛന് കുരിശുമല ആശ്രമത്തിൽ നിന്ന് ഒരു സന്യാസിയായ മരിയ ഭക്താണെന്ന് തോന്നുന്നു. അച്ഛനിപ്പോൾ മരിച്ചുപോയി. അച്ഛൻ കൊടുത്തതാണ്. അച്ഛൻ്റെ എക്സോസിസം അതുപോലെ തന്നെ ഭൂതോച്ചാടനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അച്ഛൻ ഒരു ഉപദേശമൊക്കെ സ്വീകരിച്ചത് ഈ കുരിശുമല ആശ്രമത്തിലെ സന്യാസിമാരിൽ നിന്നാണ്. അതിലെ മരിയ ഭക്തൻ എന്ന് പറയുന്ന സന്യാസിയാണെന്ന് തോന്നുന്നു. അന്നത്തെ ആബട്ടായിരുന്നു, ഇപ്പോൾ മരിച്ചുപോയി. അപ്പോൾ അച്ഛൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു ബെനഡിക്റ്റൻ ക്രോസാണ്. അപ്പോൾ എനിക്ക് തോന്നി, എനിക്കും ഈ സന്യാസിമാരെ ആരെങ്കിലും കണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് ഉപദേശങ്ങൾ നന്നായിട്ട് ജീവിക്കുവാനോ ആത്മീയതയിൽ മുന്നേറുവാനായിട്ടൊക്കെ കിട്ടുവാണെങ്കിൽ, കാരണം സന്യാസിമാരാകുമ്പോൾ അവർ ജീവിതം മൊത്തവും ഈശോയ്ക്ക് വേണ്ടി
മാറ്റി വെച്ചവരാണല്ലോ. കൂടുതലായിട്ട് എന്തെങ്കിലും കിട്ടിയാലോ എന്നോർത്ത് ഞാനൊരു ദിവസം നല്ല കോടയും മഴയും ഇടവിട്ട് മഴയൊക്കെ ഉള്ളൊരു ദിവസം ഞാൻ ഈ ആശ്രമത്തിലേക്ക് പോവാണ്. വളരെ മനോഹരമാണ് ആശ്രമത്തിലേക്ക് പോകുന്ന വഴിയും അവിടെ എത്തുമ്പോഴും എല്ലാം. നിശബ്ദത പാലിക്കുക എന്ന ബോർഡൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഫുൾ സൈലൻസാണ് അവിടെ. നിങ്ങൾ ഒരിക്കലെങ്കിലും ആ ഒരു ആശ്രമത്തിൽ പോകണം, അവിടുത്തെ സന്യാസിമാരെ കാണണം. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊക്കെ സന്യാസിമാർ ഈ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഈ സന്യാസ ആശ്രമം സ്റ്റാർട്ട് ചെയ്തത് ഫ്രാൻസിസ് ആചാര്യ എന്ന് പറയുന്ന ബെൽജിയത്തിൽ നിന്ന് വന്ന ഒരു സന്യാസിയാണ്. അത് ഇങ്ങനെ അത് നിങ്ങൾ അവിടെ ചെന്ന് വന്ന് കാണുക. പറ്റുമെങ്കിൽ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ അവിടുത്തെ വിഷ്വൽസൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാനങ്ങനെ ആ ഒരു സന്യാസ ആശ്രമത്തിലേക്ക് ഒരു സന്യാസിയെയും തേടി പോവുകയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ആരും സംസാരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ആരോട് ചോദിക്കണം എന്നൊക്കെ എനിക്കൊരു വലിയ ബുദ്ധിമുട്ട്. ഞാൻ ആദ്യം അവിടുത്തെ ചാപ്പലിലേക്ക് പോയി. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെയുണ്ട്, ഞാൻ ജപമാലയൊക്കെ ചൊല്ലിയാണ്, ഇങ്ങനെ കൊന്തയൊക്കെ ചൊല്ലിയാണ് ആ വഴി കൂടെ നടന്നു പോകുന്നത്. എന്നിട്ട് ഞാൻ ആ ചാപ്പലിൽ പോയിട്ട് ഇറങ്ങി വന്നു. ഒരു അച്ഛനെ കാണുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഞാനെന്നാൽ കാണുന്നില്ല, എന്നാൽ പിന്നെ അച്ഛന്മാരെല്ലാം തിരക്കിലാണ്, ഓരോ പണികളിലാണ്. അപ്പോൾ അങ്ങനെ ഉപദേശമൊന്നും ഇവർ കൊടുക്കുന്നില്ല, ഇവർ സംസാരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. കാരണം മൊത്തം നിശബ്ദതയാണ്. പക്ഷേ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. ഇത്രയും പോസിറ്റീവ് വൈബ്രേഷൻസ് ഉള്ള വേറൊരു സ്പേസ് വാഗമണ്ണുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ആത്മീയമായി നമ്മളൊന്ന് ധ്യാനിക്കാനൊക്കെ ചെല്ലാൻ പറ്റിയ. എന്നിട്ട് ഞാനിങ്ങനെ നടന്ന് തിരിച്ച് പോവുകയാണ്. ഞാൻ കുടയും ചൂടി നടന്നു പോയപ്പോഴത്തേനും പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഒരാൾ കോട്ടൊക്കെ ഇട്ട്, ഒരു പൊക്കമൊന്നും അധികമില്ല, എൻ്റെ ഇത്രയും പൊക്കമൊക്കെ കാണും, ഒരു വയസ്സായ ഒരു ചേട്ടൻ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേനും ഞാൻ നോക്കിയപ്പോൾ കോട്ടൊക്കെ ഇട്ടേക്കുക. അപ്പോൾ പെട്ടെന്ന് ഞാൻ ആ കണ്ണിലേക്ക്, ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ണിലേക്ക് നോക്കിയപ്പോൾ വലിയ പ്രകാശം ആ കണ്ണുകളിൽ. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഇവിടുത്തെ ഒരു സന്യാസിയെ കാണാൻ വല്ല വഴിയുണ്ടോ? ഒന്ന് സംസാരിക്കാനായിരുന്നു, ഒരു ആധ്യാത്മികമായിട്ട് കുറച്ച് എൻ്റെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, ഒരു ഉപദേശം തേടാനൊക്കെ ആയിരുന്നു. അപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞു, അത് ശരിക്കൊരു ചേട്ടനല്ലായിരുന്നു, അതൊരു അച്ഛനായിരുന്നു. അവിടുത്തെ ഒരു സന്യാസിയായിരുന്നു. ആ സന്യാസിയുടെ പേരാണ് ഈശാനദശൻ. കാരണം ഇവരെല്ലാവരും ഒരു കാവ്യ വസ്ത്രം അണിഞ്ഞാണ് പോകുന്നത്. പിന്നെ ആ കോട്ടിട്ടുകൊണ്ട് തന്നെ കാവ്യ വസ്ത്രം മൂടിയിരുന്നതുകൊണ്ട് എനിക്കതൊരു സന്യാസിയാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. പക്ഷേ അപ്പോൾ തന്നെ ഈശാനദശൻ പറഞ്ഞു, സംസാരിക്കാമല്ലോ, ഞാനൊരു സന്യാസിയാണ്, ഞാനിവിടുത്തെ സന്യാസിയാണ്, ഈശാനന്ദ് എന്നാണ് പേര്, നമുക്ക് വേണമെങ്കിൽ നടന്ന് സംസാരിക്കാം. അച്ഛൻ എന്നും വൈകിട്ട് നടക്കാൻ പോകുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോവുക. പക്ഷേ അച്ഛൻ ഇങ്ങനെ വളരെ നിശബ്ദമായിട്ടാണ് എല്ലാം കേൾക്കുന്നത്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഒരു ഉപദേശം തരും. ഞാൻ ആ ഉപദേശം എന്ന് പറഞ്ഞാൽ എന്നെ ഒരിക്കലും ആരും അങ്ങനെ ഒരു ഉപദേശം എനിക്ക് തന്നിട്ടില്ല. അതാണ് എനിക്ക് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കാനൊക്കെ ഒരു വലിയ പങ്ക് ഈശാനദശൻ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഉപദേശങ്ങളൊക്കെ കേട്ട് ഞാൻ മുന്നോട്ട് പോയപ്പോൾ അച്ഛൻ ലാസ്റ്റ് എന്നോട് പറഞ്ഞു, ഈശോയുടെ നാമം എപ്പോഴും വിളിച്ചപേക്ഷിക്കണം. അപ്പോൾ പിശാചിന് നമ്മുടെ അടുത്ത് നിൽക്കാൻ പോലും പറ്റില്ല. നമുക്ക് അറിയാം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ചിന്തകളിലൂടെ പിശാച് നമ്മുടെ ഉള്ളിലേക്ക് ഓരോന്നും വിതയ്ക്കും. പക്ഷേ നമ്മളെപ്പോഴും ഈശോയുടെ നാമം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിശാചിന് നമ്മളെ തൊടാൻ സാധിക്കില്ല, നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല. നമുക്കെപ്പോഴും ദൈവാനുഭവത്തിൽ ഈശോയുടെ ശക്തിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈശോയുടെ നാമത്തിൻ്റെ ശക്തി നമുക്ക് ഉടനീളം ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറയുകയാണ്, ഈശോ എന്ന് ചൊല്ലിയാൽ മതി എന്ന് വലിയ കാര്യത്തോടെ എന്നോട് പറയുകയാണ്. ഞാനൊരിടത്തും കേട്ടിട്ടില്ല ഈശോ എന്ന് ചൊല്ലിയാൽ ഇതെന്താ, നമുക്ക് കൊന്തയൊക്കെ ചൊല്ലാം, അതൊക്കെ ഓക്കെ, ഈശോ എന്ന് ചൊല്ലിയിട്ട് കാര്യമുണ്ടോ, അതിൽ അത്ര വലിയ പവർഫുൾ പ്രെയർ ആണോ, അതൊക്കെ ഞാൻ സംശയിച്ചു. എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, ജീസസ് പ്രെയർ ചൊല്ലണം. അപ്പോൾ ചൊല്ലാനായിട്ട് ഞാനൊരു ബുക്ക് നിനക്ക് തരാം. അങ്ങനെ എനിക്ക് അച്ഛൻ തന്ന ഒരു ചെറിയ ബുക്കാണ് ദ പവർ ഓഫ് ദ നെയിം, ദ ജീസസ് പ്രെയർ ഇൻ ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ബുക്ക്. ഇത് വളരെ ചെറിയൊരു ബുക്കാണ്. പക്ഷേ അച്ഛൻ എന്നോട് പറഞ്ഞു, വളരെ കാര്യത്തോടെയാണ് അച്ഛൻ എനിക്ക് തന്നത്. എന്നിട്ട് ഈ ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും കേട്ടോ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഞാനതിൻ്റെ സ്ക്രീൻഷോട്ടോ വല്ലതും അയച്ചു തരാം. കാരണം ഇത് എല്ലാവർക്കും ആക്സസിബിളായിട്ട്, അവിടെ കുരിശുമല ആശ്രമത്തിൽ ചെന്നാൽ എന്തായാലും ഇത് കിട്ടും. അപ്പോൾ എനിക്ക് അച്ഛനിങ്ങനെ ഈ ഒരു ബുക്ക് തന്നു. ഈ ബുക്ക് തന്നപ്പോഴും ഞാൻ കൈ പിടിച്ചു. ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ഈ ബുക്കിനെ കണ്ടില്ല. എന്നിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആദ്യത്തെ 2-3 പേജസ് വായിച്ചപ്പോഴത്തേനും എനിക്ക് ഇച്ചിരി ബോറിംഗ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് ഈ പ്രാർത്ഥനയുടെ ശക്തിയോ ഇതെന്താ ഈ പ്രാർത്ഥന എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാനിത് വായിച്ചില്ല. അവിടെ 2-4 പേജ് വായിച്ചിട്ട് അവിടെ നിർത്തി. പിന്നെ അടുത്ത തവണ ഞാൻ അച്ഛനെ കാണാൻ ചെല്ലുകയാണ്. അപ്പോൾ അച്ഛനെ കാണാൻ ചെന്നപ്പോഴത്തേനും കുറേ ഞാൻ ആത്മീയ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചു. എൻ്റെ സ്പിരിച്വൽ സ്റ്റേറ്റൊക്കെ അച്ഛനോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ലാസ്റ്റ് എന്നോട് ചോദിക്കുകയാണ്, ഞാൻ ആ ഒരു ബുക്ക് തന്നില്ലായിരുന്നോ, ജീസസ് പ്രെയർ, അത് നീ വായിച്ചായിരുന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ കുറച്ചേ വായിച്ചുള്ളൂ, വായിച്ച് തീർന്നില്ല. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, ഇത്രയും ചെറിയ ബുക്കോ, അത് വായിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്?
അത് വായിക്കാൻ പാടില്ലായിരുന്നോ? എന്നിട്ട് അച്ഛൻ എന്നോട് ഇച്ചിരിയോടെയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, ഈ യേശുനാമ പ്രാർത്ഥന, ജീസസ് പ്രെയർ, ഈശോയുടെ നാമം നമ്മൾ ആവർത്തിച്ച് ഉരുവിടുമ്പോൾ അതിന് വളരെ വലിയ ശക്തിയാണ്. അപ്പോൾ എനിക്ക് ഇച്ചിരിയോടെ ഈ ബുക്കൊന്ന് വായിക്കണമല്ലോ. അച്ഛൻ ഇത്ര കാര്യത്തോടെ പറയണമെങ്കിൽ, ഞാൻ ആദ്യം അച്ഛനിത് പറഞ്ഞപ്പോൾ വെറുതെ ജസ്റ്റ് ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞാന്ന് ഓർത്തു. എന്നിട്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു, എന്തായാലും ഞാൻ ഈ ബുക്ക് വായിക്കും വീട്ടിൽ പോയിട്ട്. എന്നിട്ട് ഞാനിത് ഒരു ഞായറാഴ്ച 2-3 മണിക്കൂർ എടുത്തോളം തോന്നുന്നു ഞാനിത് മൊത്തം വായിച്ചു കഴിഞ്ഞു. അത് വായിച്ചപ്പോഴാണ് എനിക്കിത് ആധികാരികമായിട്ട് എനിക്ക് ഈ പ്രാർത്ഥനയുടെ ശക്തിയും അതുപോലെ തന്നെ ഇത് ബൈബിളിൽ നിന്നുള്ള ഇതിൻ്റെ ഒരു വേരുകളെല്ലാം എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എടുത്തു. എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ പോകുമ്പോഴൊക്കെ മനസ്സിലിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും, ഈശോ ഈശോ എന്ന് പറയും. കുറച്ചുകൂടെയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമൊക്കെയാണ്, കർത്താവായ ഈശോയെ ദൈവപുത്ര പാപി എന്നിൽ കനിയണമേ എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേനും എൻ്റെ ഉള്ളിലുള്ള ആകുലതകൾ മാറുന്നു. എനിക്ക് എപ്പോഴും ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. അങ്ങനെ വിശ്വാസത്തിൽ വളരെ തീക്ഷ്ണതയോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിട്ട് എനിക്ക് തിരിച്ചറിഞ്ഞു. അങ്ങനെ ഈ പ്രാർത്ഥനയുടെ ശക്തി എനിക്ക് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എപ്പോഴും ഞാനിത് ആവർത്തിച്ച് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ശരിക്കും ദൈവ സാന്നിധ്യം നിറയുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ, അച്ഛൻ പ്രത്യേകം മറ്റുള്ളവരോടൊക്കെ പറയാനായിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ്, ജോലിയെല്ലാം ചെയ്യുമ്പോഴും ഇപ്പോൾ നമ്മൾ അടുക്കളയിലായിരിക്കുമ്പോഴും, അപ്പോൾ എങ്ങനെയാണേലും ഏത് ജോലിയിലാണേലും, കിടക്കുമ്പോഴാണെങ്കിലും ഇരിക്കുമ്പോഴാണെങ്കിലും നടക്കുമ്പോഴാണേലും എപ്പോഴും നമുക്ക് ഈ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാൻ പറ്റും. ഇതിന് അതിൻ്റേതായ വലിയ ശക്തിയുണ്ട്. ഈശോയുടെ നാമത്തിന് വലിയ ശക്തിയാണുള്ളത്. നിങ്ങൾക്ക് ഗൂഗിളിലോ എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്താലോ എയിലൊക്കെ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററി അറിയാൻ പറ്റും. മരുഭൂമിയിലെ സന്യാസിമാർ ക്രിസ്തുവിന് ശേഷമുള്ള 3-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട് ആ ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രാർത്ഥന രൂപം കൊണ്ടത്. 1 തെസ്സലോനിക്ക 5:17 ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ എന്ന പ്രാർത്ഥനയിൽ നിന്ന്, ആ ഒരു വചനത്തിൽ നിന്ന് രൂപം കൊണ്ട പ്രാർത്ഥനയാണ്. സന്യാസിമാർക്ക് ചെറിയ ചെറിയ പ്രാർത്ഥനകൾ എപ്പോഴും ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് ചൊല്ലാനായിട്ടുള്ള ഒരു ഇടയുണ്ടായി. അങ്ങനെ രൂപപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ജീസസ് പ്രെയർ. ഇതിൻ്റെ കറക്റ്റ് ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇത് ഈസ്റ്റേൺ ചർച്ചിലാണ് ഇത് കൂടുതൽ പ്രാബല്യത്തിൽ ഇങ്ങനെ വന്നത്, സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഇതിൻ്റെ ഗൂഗിൾ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. പിന്നെ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് നമ്മൾ ആദ്യം ചൊല്ലുമ്പോൾ നമുക്ക് പല വിചാരങ്ങളുണ്ടാവും. രാവിലെ ഞാൻ പറഞ്ഞ പോലെ രാവിലെ ഇങ്ങനെ അച്ഛൻ പറഞ്ഞ പോലെ ചൊല്ലില്ലേ, ജപമാല മണിയിൽ കർത്താവായ ഈശോയെ ദൈവപുത്ര പാപി എന്നിൽ കനിയണമേ എന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചൊല്ലുമ്പോൾ പല വിചാരങ്ങൾ നമുക്കുണ്ടാവും. പക്ഷേ അത് പയ്യെ ആ പല വിചാരങ്ങൾ മാറും. ഇത് വളരെ സിമ്പിളാണ് ചൊല്ലാനും തോന്നും, പക്ഷേ എപ്പോഴും നമുക്ക് ചൊല്ലാൻ തോന്നില്ല. അത് വേറൊരു കാര്യമാണ്. കാരണം ഈശോയുടെ നാമത്തിൻ്റെ ശക്തി അത്രമാത്രം വലിയതാണ്. അപ്പോൾ അതിന് ഒരു കൃപ വേണം നമുക്ക് ചൊല്ലാൻ. നമ്മൾ ചൊല്ലാനുള്ള ആഗ്രഹവും നമ്മുടെ തീക്ഷ്ണതയും കാണുമ്പോഴത്തേനും ആ ഒരു കൃപ നമുക്ക് തുറക്കപ്പെടും. നമ്മളെല്ലാവരും പെട്ടെന്ന് മറന്നുപോയാലും പെട്ടെന്ന് ഈശോ ഈശോ എന്ന് നമ്മുടെ മനസ്സിൽ ഉരുവിട്ടാൽ തന്നെ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലേക്ക് നിറയും. പിശാചിന് നമ്മളെ തൊടാൻ പോലും സാധിക്കില്ല. അത്രമാത്രം ശക്തിയേറിയൊരു പ്രാർത്ഥനയാണ്. കാരണം വേറെ പ്രാർത്ഥനകൾക്ക് ശക്തിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇത് സദാസമയം നമുക്ക് ചൊല്ലിക്കൊണ്ട് നടക്കാം. ജപമാലയൊക്കെ ആണെങ്കിലും ചിലർ, ഞാനും ജപമാല പലപ്പോഴും ചൊല്ലാറുണ്ട്, പക്ഷേ എപ്പോഴും ഏകാഗ്രത കിട്ടുന്ന ഒരു സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് ചൊല്ലാൻ പറ്റുള്ളൂ. നമ്മൾ ജപമാല ചൊല്ലുമ്പോഴും അതിൻ്റെ അകത്ത് ഈശോയുടെ നാമമുണ്ട്, എല്ലാം നല്ല പ്രാർത്ഥനകളാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ എല്ലാ സമയത്തും എനിക്ക് ഉണ്ടായൊരു അനുഭവം പറയുകയാണ്. പെട്ടെന്ന് എനിക്കൊരു ദേഷ്യപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ദേഷ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ പെട്ടെന്ന് ഈശോ 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 എന്നെൻ്റെ മനസ്സിൻ്റെ ഉള്ളിലിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ആ ദേഷ്യത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എൻ്റെ നിന്ന് മാറി. ഞാൻ ദേഷ്യപ്പെടാതിരുന്നു. പിന്നെ എനിക്ക് ഈശാനന്ദച്ചൻ പറഞ്ഞ വലിയൊരു ഉപദേശമുണ്ട്. പലരും നമ്മളോട് ദേഷ്യപ്പെട്ടു എന്ന് പറയും. ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ നിശബ്ദമായിട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു എളിമപ്പെടലാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തായിരിക്കാം ന്യായം, നമ്മൾ തിരിച്ച് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ നമ്മളെ ന്യായീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ കൃപ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കൃപയുടെ പൂർണ്ണത അവിടെ കിട്ടില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞു, നമ്മൾ നിശബ്ദമായിട്ടിരിക്കുമ്പോൾ അവിടെ ഒരു എളിമപ്പെടലാണ് എന്നോർത്ത് നമ്മളത് വിവേകത്തോടെ ചെയ്യണം. ചിലപ്പോഴും നമ്മളെ ന്യായീകരിക്കേണ്ട കാര്യങ്ങളുണ്ടാവാം നമ്മുടെ ജീവിതത്തിൽ. എല്ലായ്പ്പോഴും ഇങ്ങനെ നിശബ്ദമായിട്ടിരിക്കണമെന്നല്ല. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളുടെ ഇടയിൽ, ഇപ്പോൾ വൈഫോ അങ്ങനെ ആരുടെ അടുത്താണേലും ചിലപ്പോൾ ഒരു വഴക്കൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ അവിടെ നമ്മുടെ ഭാഗത്തായിരിക്കാം ശരി, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം. ഇതാണ് എൻ്റെ ഭാഗത്ത് ശരിയാണെന്ന് നമുക്ക് പറയാം. പക്ഷേ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളപ്പോഴും നിശബ്ദമായിട്ടിരുന്നു കഴിഞ്ഞാൽ,
ദേഷ്യപ്പെടാതെയോ നിശബ്ദമായിട്ടിരുന്നാൽ നമുക്ക് കൃപ കിട്ടും. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനും എളിമയിൽ മുന്നോട്ട് നീങ്ങാനും പറ്റും. ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തതാണിത്. അങ്ങനെ നിശബ്ദമായിട്ടിരിക്കുവാനും ആ നിശബ്ദതയുടെ ഇടയിൽ നമുക്ക് ഈശോ ഈശോ എന്ന് മനസ്സിൽ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് വലിയ കൃപയാണ്, വലിയ സന്തോഷത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റും. വളരെ എളുപ്പത്തിൽ അപ്പോഴൊക്കെ എളിമപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പെട്ടെന്ന് ചിലപ്പോൾ ടെൻഷൻ അടിച്ച് നമുക്ക് വിഷമത്തിലും വ്യാധിയിലും ആദിയിലും ഒക്കെ ഇരിക്കുമ്പോൾ ഇപ്പോൾ രോഗത്തിൻ്റേതായ തലവേദന ഉണ്ടാവാം, പലവിധ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോഴൊന്നും ജപമാലയൊക്കെ ചൊല്ലി അങ്ങനെ ഏകാഗ്രമായിട്ടിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മുടെ ഉള്ളിൽ വന്നേക്കാം. അപ്പോഴൊക്കെ ഈ ഈശോ എന്നുള്ള ഈ പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ച് ഉരുവിടുമ്പോഴും നമുക്ക് സാന്നിധ്യത്തിലായിരിക്കുവാനും ഈശോ നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുകയും ചെയ്യും. ഈശോയുടെ നാമത്തിന് അത്ര വലിയ ശക്തിയാണ്. ഇത് ഏത് മതസ്ഥർക്കും ചൊല്ലാം, ക്രിസ്ത്യാനികൾക്ക് മാത്രം ചൊല്ലാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയല്ല, എല്ലാ മനുഷ്യർക്കും ചൊല്ലാം കേട്ടോ. കാരണം ദൈവരാജ്യം, സ്വർഗം എന്നുള്ളതും അതായത് കർത്താവായ ഈശോയും അവിടുത്തെ വരദാനങ്ങളും എല്ലാം ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ള ഒരു കുത്തകയല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ മനുഷ്യരും രക്ഷയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ഏകരക്ഷകനായ ക്രിസ്തുവിലൂടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് എല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പ്രാർത്ഥന ചൊല്ലാം. അത് നിങ്ങളെ വളരെയധികം സഹായിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറച്ച് മാസങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇതിന് ഇത്ര വലിയ ശക്തി ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് പൂർണ്ണമായിട്ട് ഇങ്ങനെ ഇതിനെപ്പറ്റി പറയാനൊന്നും സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ലോങ് വീഡിയോ ചെയ്തത്. നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾ അപ്ലൈ ചെയ്യണം. വലിയ മാറ്റങ്ങളുണ്ടാവും. ഈശാനന്ദച്ചൻ ഈ പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നത് തന്നെ വളരെയധികം ടച്ച് ചെയ്തൊരു കാര്യമാണ്. നമ്മൾ ഈ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈശോ ഈശോ എന്നുള്ള നാമം ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാചിന് നമ്മളെ തൊടാൻ പറ്റില്ല. നമ്മുടെ ചിന്തകളിൽ നമുക്ക് ആകുലതയും നമുക്ക് ഓരോ വിധത്തിലുള്ള അസൂയയും കുറ്റം പറയാനുള്ള ടെൻഡൻസി എല്ലാം നമുക്ക് തരുന്നത് പിശാചാണ്. നമുക്ക് വിഷമങ്ങളും നമുക്ക് മൂഡ് സ്വിങ്സും പലതും എല്ലാം ഈ പിശാചാണ് വിത്തുകൾ വിതയ്ക്കുന്നത്. പക്ഷെ നമ്മൾ ഈശോയുടെ നാമം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിത്തുകൾ വിതയ്ക്കാനായിട്ടുള്ളൊരു ഗ്യാപ്പ് പിശാചിന് കിട്ടില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷത്തിലായിരിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. അതിന് വളരെ എളുപ്പത്തിൽ നമുക്ക് കാരണം പിശാച് എപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈശോയുടെ സാന്നിധ്യം നമുക്ക് എപ്പോഴും അനുഭവിക്കാൻ ഈശോ ആഗ്രഹിക്കുന്ന പോലെ പിശാച് എപ്പോഴും അവന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. എല്ലാ സെക്കൻഡ്സും അവനിങ്ങനെ തീക്ഷ്ണമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മളെ ഡെസ്പാക്കാനും നമ്മളെ ബുദ്ധിമുട്ടിക്കാനും ആകുലതകൾ തരാനും ടെൻഷൻസ് തരാനും. പക്ഷേ ഈ ഒരു പ്രാർത്ഥന നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ഗ്യാപ്പ് കിട്ടില്ല. അതായത് നമുക്കെന്നല്ല, പിശാചിന് കടന്നു കയറാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല. നമ്മളതിങ്ങനെ സീൽ ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ സീൽ ചെയ്യാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ് യേശു നമ്മ പ്രാർത്ഥന. അതുപോലെ തന്നെ അച്ഛൻ അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ 12 മണിക്കൂറത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ ഞാൻ ഈ പാപം ചെയ്യാതിരിക്കാൻ എന്നെ സഹായിക്കണം, അങ്ങനെ പ്രാർത്ഥിക്കേണ്ട. ഇപ്പോൾ ഒരു 8 മണി, ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയായെന്ന് തോന്നുന്നു. 9 മണിയായി കഴിഞ്ഞാൽ ഇനി ബാക്കി വരുന്ന മണിക്കൂർ, ഉച്ചയായി കഴിഞ്ഞാൽ ഈശോ ഞാനൊരു 6 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തു, ഇനി ബാക്കി വരുന്ന 6 മണിക്കൂർ എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാനും പാപമില്ലാതെ ജീവിക്കുവാനുള്ള കൃപ നീ തരണമേ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോൾ അന്നു വേണ്ടി ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഈശോ പഠിപ്പിച്ചേക്കുന്നത് നമ്മളെ. അതുപോലെ തന്നെയാണ് അന്നു വേണ്ടി കൃപയ്ക്ക് വേണ്ടി. അപ്പോൾ 12 മണിക്കൂർ സെറ്റ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃപയിൽ പെട്ടെന്ന് വളരുവാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങളത് ഫോളോ ചെയ്യുന്നത് ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അപ്പോൾ ഒരു ലിമിറ്റഡ് ടൈം അപ്പോൾ നമുക്കൊരു സന്തോഷവും കിട്ടും. ഇത്ര നേരം നമ്മൾ അഹങ്കരിക്കരുത്. ഇതിൽ ഇത്ര മണിക്കൂർ ഞാൻ വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിച്ചു, ഈശോയ്ക്ക് നന്ദി പറയുന്നു. അങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ നമുക്കെല്ലാവർക്കും വിശുദ്ധരാവാൻ സാധിക്കും, ഈശോയെ പോലെ ആവാൻ സാധിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ഈശോയെ പോലെ ആയി മാറട്ടെ. അനുദിന വിശുദ്ധ കുർബാനയിലൂടെയും കുമ്പസാരത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയും എല്ലാം നമുക്ക് ഈശോയിൽ എത്തിച്ചേരുവാൻ സാധിക്കട്ടെ. നമുക്കെല്ലാവർക്കും സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ ഈശോയിൽ നമുക്ക് മുന്നോട്ട് പോകാം.